പ്രിയപ്പെട്ടവരെ, കരീം മൈത്രിയാണ്. നമ്മൾ ഒരുപാട് മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടാകും. അതിൽ സ്വന്തം പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ സമൂഹത്തിനും നാടിനും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ. അത്തരത്തിലുള്ള ഒരാളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട ഇബ്രാഹിം KV മാണിക്കോത്ത്. തൻ്റെ സ്വന്തം പ്രയാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത ഇബ്രാഹിമിൻ്റെ വിടവ് ഈ സമൂഹത്തിന് തീരാ നഷ്ടം തന്നെയാണ്. ഇബ്രാഹിം എന്ന പച്ച മനുഷ്യൻ ഒരുപാട് കാലം പ്രവാസ ജീവിതം നയിക്കുകയും ഒടുവിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മാണിക്കോത്ത് മടിയൻ ജംഗ്ഷനിൽ അൽ റൂബി ബ്യൂട്ടി പാർലർ ഉപജീവനമാർഗം അദ്ദേഹം അത് ആരംഭിക്കുകയും അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു വരികയുമായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അലീമയ്ക്ക് ക്യാൻസർ എന്ന മാരക രോഗം പിടിപെടുകയും ഒരുപാട് കാലം അദ്ദേഹം ഭാര്യയെ ചികിത്സിച്ചു. ഒടുവിൽ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ഭാര്യ ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നീട് ദൈവത്തിൻ്റെ പരീക്ഷണങ്ങൾ വീണ്ടും പ്രിയപ്പെട്ട ഇബ്രാഹിമിനെ മാരക രോഗങ്ങൾ പിടിപെടുകയും ഇബ്രാഹിമിന് രോഗങ്ങൾ പിടിപെട്ടിട്ട് ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം ഈ രോഗബാധിതനായി അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് യാതനകളും വേദനകളും സഹിച്ച് ജീവിതം മുന്നോട്ട് പോയി. ഒടുവിൽ കഴിഞ്ഞ ദിവസം നമ്മേക്കേറെ വേദനയിലെത്തി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്ത് മാണിക്കോത്ത് മുസ്ലിം ജമാഅത്ത് ഗൾഫ് കമ്മിറ്റികളിലും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ KHM സ്കൂൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. ആ KHM സ്കൂളിൻ്റെ പ്രാരംഭ കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹം സ്കൂളിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ഇബ്രാഹിം. മാണിക്കോത്ത് മഖാമുറൂസ് നടക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റു പരിപാടികൾ നടക്കുമ്പോഴും അദ്ദേഹം വളരെ നല്ല രീതിയിൽ എല്ലാ രീതിയിലും അദ്ദേഹം പ്രവർത്തിക്കുകയും ഒരു ചെറുപ്പക്കാരനെ പോലെ പ്രായമായെങ്കിലും ഒരു ചെറുപ്പക്കാരനെ പോലെ അദ്ദേഹം റോഡ് നിയന്ത്രണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ഇബ്രാഹിം ചാ. ആരുടെയും അംഗീകാരത്തിനോ മറ്റോ കാത്തു നിൽക്കാതെ സർവസജ്ജമായി എല്ലാ പ്രവർത്തനങ്ങളിലും മുഴുകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മഹല്ലിൽ മാത്രമല്ല ഇതര മഹല്ലുകളിൽ അദ്ദേഹം താമസിക്കുമ്പോഴൊക്കെ ആ മഹല്ലുകളിലും ആ പ്രദേശങ്ങളിലും ഉള്ള ആ പ്രദേശത്തുള്ള എല്ലാ നന്മയാർന്ന പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജ്ജമായിരുന്നു. സമൂഹത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ലഹരി എന്ന വിപത്തിനെതിരെ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ തൂലിക ചലിപ്പിച്ച വ്യക്തിയായിരുന്നു. ഗൾഫ് റേഡിയോകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ശബ്ദം പലരും കേട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇബ്രാഹിം മറ്റൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വലിയ മനസ്സിൻ്റെ ഉടമയാണ്. പ്രായവ്യത്യാസമില്ലാതെ ചെറിയവരോടും വലിയവരോടും ബഹുമാനത്തോടു കൂടിയും ആദരവോടും സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ഇബ്രാഹിം ചാ. ഇബ്രാഹിം ചാൻ്റെ വിടവ് ഈ സമൂഹത്തിന് തന്നെ തീരാ നഷ്ടം തന്നെയാണ്. എന്തായാലും യാതനകളും വേദനകളും സഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഇബ്രാഹിം ചാ കഴിഞ്ഞ ദിവസം യാത്രയായി. ഇനി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കൂ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കരീം മൈത്രി.